ചേട്ടാ നമസ്കാരം. അപ്പോൾ നമ്മുടെ പുതിയ ഇന്നലെ മലൈക്കോട്ടെ വാല്യുവിനൊക്കെ ഇറങ്ങി നല്ല ഒരു സന്തോഷമായി കാണാനുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയൊരു ചാറ്റ് ഷോയാണ് ഇന്നിപ്പോൾ റൂട്ട് നമ്പർ 17 എന്ന സിനിമയുടെ പ്രൊമോഷനായിട്ട് വന്നതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ എന്താണ് റൂട്ട് നമ്പർ 17? റൂട്ട് നമ്പർ 17 ഉള്ള രസമുള്ളൊരു സിനിമയായിരുന്നു. അത് അഭിലാഷായിരുന്നു ഡയറക്റ്റ് ചെയ്തിരുന്നത്. എൻ്റെ ക്യാമറ ചെയ്തിരുന്നത് പ്രശാന്തൻ്റെ ഒരു പഴയകാല സുഹൃത്താണ്. ക്യാമറമാനൊക്കെ ആവുന്നതിന് മുന്നേ ഉള്ളൊരു സൗഹൃദം ഞങ്ങൾ കോഴിക്കോട് ഉണ്ട്. അപ്പോൾ പ്രശാന്ത് കൂടെ വേറെയും പടങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രശാന്ത് കെറഫിലാണ് അബി എന്നെ വിളിക്കുന്നത്. മീൻസ് അബിക്ക് എന്നെ വേണം. അപ്പോൾ അങ്ങനെ പ്രശാന്ത് വഴിയാണ് എന്നെ വിളിച്ചത്. അങ്ങനെയാണ് ഞാൻ ആ പടത്തിലേക്ക് എത്തുന്നത്. എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല രസമുള്ള ഒരു അനുഭവമായിരുന്നു. നല്ലൊരു ക്യാരക്ടറായിരുന്നു. ഒരു മുഴുനീള അല്ലെങ്കിൽ ആ കഥയെ ആസ്പദമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കഥയെ ചലിപ്പിക്കുന്ന പ്രധാന ക്യാരക്ടറായിരുന്നു ഗുരുമൂർത്തി എന്ന് പറയുന്ന മിനിസ്റ്റർ ക്യാരക്ടറായിരുന്നു. രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വീണ്ടും ഒരു എന്താ നമ്മൾ കേരളത്തിൽ ചലനം ഉണ്ടാക്കിയ ഒരു സിനിമയായിരുന്നു ലെഫ്റ്റ് അല്ലേ? അതെ. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം, അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള രീതിയിൽ ഈ സിനിമ അതും എങ്ങനെ ചരിത്രമായി മാറുമോ? ഇത് അത്തരത്തിലുള്ള ഒരു ക്രാഫ്റ്റ് അല്ല ഇതിൻ്റെ ക്രാഫ്റ്റ് കുറച്ച് വ്യത്യസ്തമാണ്. ഒരു ക്രൈം ത്രില്ലർ വിഭാഗത്തിലൊക്കെ പെടുത്താവുന്ന ഒരു സിനിമ തന്നെയാണ്. തമിഴ്നാട്ടിൽ ഇത് റിലീസ് ചെയ്ത് നന്നായിട്ട് മുന്നോട്ട് പോയി. ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നു. 3-ാമത്തെ ആഴ്ചയോ 4-ാമത്തെ ആഴ്ചയോ ആണ് ആ പടം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എൻ്റെ അറിവ്. ഈ സിനിമ കൂടുതൽ നമ്മൾ അച്ഛൻ കോവിൽ കാടുകളിലൊക്കെ ആയിരുന്നു ഷൂട്ടിംഗ് സമയം തന്നെ നല്ല സാധാരണ സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായ അനുഭവങ്ങളായി. പ്രത്യേകിച്ച് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പല സമയത്തും ഷൂട്ട് മാറ്റി വയ്ക്കുകയും ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ മറികടന്നാണ് ഇതിൻ്റെ ഷൂട്ട് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇതിൻ്റെ പ്രധാന കഥാപാത്രം ചെയ്യുന്നത് ജിതിൻ രമേശാണ്. ജിതിൻ രമേശിൻ്റെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ വീണ്ടും ഒരു തിരിച്ചു വരവെന്നൊക്കെ നമുക്ക് പറയാവുന്ന രീതിയിലുള്ള ഒരു സിനിമയായിരിക്കും. അദ്ദേഹത്തിന് ഇനി സിനിമയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ മറ്റൊരു വഴിയായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ഈ സിനിമയിൽ എങ്ങനെയാണ് ഹരീഷന്റെ ക്യാരക്ടർ ഒരു നെഗറ്റീവ് റോളാണോ പോസിറ്റീവ് റോളാണോ എങ്ങനെയാണ്? നെഗറ്റീവ് എന്ന് പൂർണ്ണമായും പറയാൻ പറ്റില്ല. എന്നാലോ നെഗറ്റീവ് ആണേനായിരുന്നു. കാരണം അയാൾക്ക് ഈ മകനോടുള്ള സെന്റിമെന്റ്സും കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയുടെ കഥയെ മുന്നോട്ട് നയിപ്പിക്കുന്ന കാര്യങ്ങൾ. പക്ഷെ അതേസമയത്ത് അയാൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് എത്തിപ്പെടുന്നവർ, അവർ ഇങ്ങനെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തിപ്പെടുന്നവർ എല്ലാവരും അങ്ങനെയാണെന്നല്ല. എന്നാലും അവരുടെ പിന്നാമ്പുറങ്ങൾ ചിലപ്പം അത്രത്തോളം സംശുദ്ധമായിരിക്കണം എന്നില്ലല്ലോ. അങ്ങനെ ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. അതായത് ചില മറഞ്ഞിരുന്ന ചില കളികൾ കളിക്കുന്ന ഒരു നല്ല രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പൊതുവെ ഇന്നത്തെ കാലഘട്ടത്തിൽ രാഷ്ട്രീയം അതാണല്ലോ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു കഥ തന്നെയാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇപ്പൊ ഇന്നലെ നമ്മൾ മലൈക്കോട്ടെ വാല്യുവിന് ഇറങ്ങി. സിനിമ കണ്ടോ? സിനിമ 2 തവണ കണ്ടു. ഞാൻ ആദ്യം കവിതയിൽ ഫാൻ ഷോ കണ്ടിരുന്നു. എല്ലാ ഫാൻസിന്റെ എല്ലാവരും കൂടെ ഇരുന്ന് കണ്ടു. അത് കഴിഞ്ഞ് റെഡ് എഫ്എമ്മിന്റെ ഒരു ഷോ ഉണ്ടായിരുന്നു ലുലുവിൽ വെച്ചിട്ട്, അപ്പോഴും കണ്ടു. അപ്പോൾ രണ്ടാമതും കാണുമ്പോഴാണ് ആ സിനിമയുടെ ഇനിയും വാച്ച് ചെയ്യേണ്ട സിനിമയാണത് എന്ന് മനസ്സിലാവുന്നത്. കാരണം അത് നമ്മൾ അഭിനയിച്ച സിനിമയായതുകൊണ്ട് പറയല്ല, അത്രത്തോളം ഒരു യൂണിവേഴ്സലായ നമ്മുടെ സിനിമ ലൈബ്രറിയിൽ മറ്റ് ഭാഷകളോടൊക്കെ ഒപ്പം ലോക സിനിമയുടെ മറ്റ് വിവിധ ഭാഷകളോടൊപ്പം വെക്കാവുന്ന ഒരു സിനിമയാണ്. അത് മലയാളി എന്ന നിലയ്ക്ക് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു സിനിമയാണ്. നാളെയാണ് ഇത് ഈ സിനിമയെ വാഴ്ത്തപ്പെടാൻ പോകുന്നത്. അങ്ങനെ അത്ര ഒരു സിനിമ. പുതിയ കുറച്ച് വിശേഷങ്ങളാണ്, കുറച്ച് കാര്യമായിട്ട് അറിയാനുണ്ട്. ഈ സമയത്ത് എല്ലാവർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ കുറേ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളതിനൊക്കെ മാക്സിമം ഹരീഷേട്ടന് പറയാൻ പറ്റുന്ന ഉത്തരങ്ങളൊക്കെ നമ്മൾ ചോദിക്കുന്നതായിരിക്കും. അതിന് ഉത്തരം തരുമെന്ന് പ്രതീക്ഷിക്കാം. നാടകത്തിലെ ഹരീഷ് പാരഡി എന്താണോ അത് തന്നെയായിരുന്നു മലൈക്കോട്ടയിലും. നിയമസഭ എന്തിനായിരുന്നു തകർത്തത് എന്നുള്ളത് ഒരു ചോദ്യോടെ അവശേഷിക്കുന്നുണ്ട്. അതേസമയത്ത് പിന്നീട് ആ തകർത്ത നമ്മളിലേക്ക് വരുന്ന പോസിറ്റീവ് മാത്രമേ അതല്ല, അത് സ്വീകരിക്കുന്ന ചില പ്രധാനപ്പെട്ട സിനിമകൾക്ക് നേരെ ഒരു ബോധപൂർവമായൊരു ആക്രമണം, ഡീഗ്രേഡിങ്, നിയമ സംവിധാനങ്ങൾക്ക് തന്നെ വഴിയറിയാത്ത സമയത്ത് ഞാനെന്ത്